വലിയ രേഖകളുമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഇന്ന് അദ്ദേഹം രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്നാണ് വാദിക്കുന്നത്. അല്ല, അദ്ദേഹം സംസാരിക്കാത്തത് നന്നായി. കാര്യം ഭൂകമ്പം ഉണ്ടായാൽ പാർലമെൻറ്റ് പിന്നെ പ്രവർത്തനവും നടക്കില്ലല്ലോ. ഒരുപാട് വലിയ നഷ്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം സംസാരിച്ച് ഭൂകമ്പം ഉണ്ടാക്കാതിരുന്നത് വളരെ നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്ത് രേഖ അദ്ദേഹത്തിനുള്ളത്? നമ്മുടെ ഈ മലയാളത്തിലെ വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ ശങ്കരാടി പറയുന്നത് പോലെയാണ്, വലിയ രേഖയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈരേഖയും നന്നായില്ല, തലരേഖയും അല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് കോൺഗ്രസ് ഈ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 22 ദിവസമായിട്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ട് ഇന്ന് വരെ ഇല്ലാത്തൊരു രേഖ ഇപ്പം കയ്യിലുണ്ട് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇനി അത് അംഗീകരിക്കാം, രേഖ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. അദ്ദേഹത്തിന് പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. എന്താണ് പാർലമെന്റിൽ അവസരം കിട്ടാത്തതെന്നുള്ള കാര്യം ഈ ഇന്ത്യയിലെ ജനങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആരാണ്, എന്താണ് പ്രശ്നം? ഇന്നത്തെ പ്രശ്നം എന്താ? ഇന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന് സ്പീക്കർ അനുമതി കൊടുത്തതിൻ്റെ പേരിൽ കോൺഗ്രസിലെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇതേപോലെ ഒരു പുകമുറ സൃഷ്ടിക്കണം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വലിയ രേഖകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലോ അല്ലെങ്കിൽ BJP പേരിലോ ഏതെങ്കിലും മന്ത്രിമാരുടെ പേരിലോ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമല്ലോ. അതല്ല എങ്കിൽ ചീഫ് വിജിലൻസ് കമ്മീഷണർ എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഇന്ത്യയിലുണ്ടല്ലോ. അവർക്ക് നേരിട്ട് പറയാമല്ലോ, പരാതി കൊടുക്കാമല്ലോ. ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്ത് പരാതി കൊടുക്കുന്നത് ഒരിക്കലും ഡിഫമേഷൻ്റെ പരിധിയിൽ വരില്ലല്ലോ. പിന്നെ പാർലമെന്റിനകത്ത് പറഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടൂ എന്ന് പറയേണ്ട കാര്യവുമില്ലല്ലോ. അധികാര സ്ഥാനത്ത് പരാതി കൊടുക്കുന്നത് ഒരിക്കലും ഡിഫമേഷൻ്റെ ഭാഗത്ത് വരില്ല. പൊതുവെ കാര്യമില്ലാത്തൊരു കാര്യം, സത്യസന്ധമല്ലാത്ത കാര്യം വെളിയിൽ നമ്മൾ വിളിച്ചു പറയുകയോ പൊതുയോഗത്തിൽ പറയുകയോ ആരോപണം ഉന്നയിക്കുമ്പോൾ മാത്രമാണ് ഡിഫമേഷൻ വരുന്നത്. അപ്പോൾ ആ ഡിഫമേഷൻ്റെ പരിധിയിൽ പോലും വരാനില്ലല്ലോ. ചീഫ് വിജിലൻസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാം. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ ആളുകളെ പറ്റിക്കാൻ പറ്റുമോ? ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമോ? ഇത്രയും കാലം പറഞ്ഞത് എന്താ? ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയാണ് നടത്തിയത്. ഇപ്പോൾ പറയുന്നത് തയ്യാറെടുപ്പല്ല, വേറെ അഴിമതിയാണ് എന്ന് പറയുന്നു. ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. KC വേണുഗോപാലിനോട് അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം KC വേണുഗോപാലിനോട് ഉന്നയിച്ചതാണ്. അതായത് പാർലമെന്റിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കണമെന്ന് എന്തിനാണ് പിടിവാശിയെന്ന്. അത് പാർലമെന്റിൽ നടക്കുന്ന സമയത്തായതുകൊണ്ട് ലോക്സഭയിൽ തന്നെയല്ലേ ഉന്നയിക്കേണ്ടത്, അദ്ദേഹം അംഗമായ സഭയിൽ തന്നെയല്ലേ ഉന്നയിക്കേണ്ടതെന്ന മറുവാദമാണ് KC വേണുഗോപാൽ ചോദിച്ചത്. പക്ഷേ അവിടെ പാർലമെന്റിന്റെ നിയമപരമായ സംരക്ഷണം കിട്ടുക എന്ന ഉദ്ദേശം ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. വെളിയിലാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഉടനെ മാനനഷ്ടത്തിന് കേസായി കോടതി കയറി ഇറങ്ങേണ്ട ഗതികേടിലായി. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ലോക്സഭയിൽ ഉന്നയിക്കുന്നത് എന്ന കാര്യം ശരിയാണ്. KC വേണുഗോപാൽ ഒരു തടസ്സം ഉന്നയിച്ചത് എനിക്ക് തോന്നുന്നു ഈ അഗസ്ത വെസ്റ്റ്ലാൻഡ് വിഷയം അതിന്ന് ഉന്നയിച്ചിട്ടില്ല പാർലമെന്റിൽ. അതുകൊണ്ടല്ലേ താങ്കൾ അങ്ങനെ ഒരു തടസ്സവാദം ഇപ്പോൾ ഉന്നയിച്ചത്? അല്ല, ഇതിനകത്ത് മനുഷ്യർ പറയുന്നത് അങ്ങനെ പാർലമെന്റിന്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നത്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഈ നാളെയും മറ്റന്നാളും അല്ലേ പാർലമെൻറ്റുള്ളൂ, അത് കഴിഞ്ഞ് പറയേണ്ട കാര്യം പറയോ ഇല്ലയോ എന്ന് അന്നേരം നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് പത്മകുമാർ ഇവിടെ സൂചിപ്പിച്ച പറഞ്ഞു അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിഷയം സ്പീക്കർ അനുമതി കൊടുത്തു. തെറ്റായ കാര്യമാണ്. അങ്ങനെ സ്പീക്കർ അനുമതി കൊടുക്കാൻ പറ്റില്ല. ലോക്സഭയുടെ ചട്ടങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചിട്ട് അഡ്ജേൺമെൻറ്റ് മോഷൻ മൂവ് ചെയ്യാൻ പ്രതിപക്ഷത്തിനെ പറ്റുള്ളൂ, ഭരണപക്ഷത്തിന് പറ്റില്ല. അതൊരിക്കലും ഭരണപക്ഷത്തിന് പറ്റുന്ന കാര്യമല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ റോളാണ്. അപ്പോൾ ഭരണപക്ഷം അഡ്ജേൺമെൻറ്റ് മൂവ് ചെയ്തു എന്നാണോ എന്ന് പറയുന്നത്? അങ്ങനെയല്ല. 11 മണിക്ക് ക്വസ്റ്റ്യൻ സാധാരണ. ആ ക്വസ്റ്റ്യൻ മാറ്റിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ അഡ്ജേൺമെൻറ്റ് മോഷൻ. അത് മൂവ് ചെയ്യുന്ന ഭരണപക്ഷത്തിന് വിഷയത്തിൽ നിന്ന് സംസാരിക്കാം. ശ്രീ KC വേണുഗോപാൽ, ഇപ്പോൾ പത്മകുമാർ പറഞ്ഞ കാര്യം 16-ാം തീയതി മുതൽ പാർലമെന്റ് സമ്മേളിച്ച ദിവസം മുതൽ ഈ ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെടുത്തിക്കൊണ്ട് വന്നത് ഭരണപക്ഷം എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചാൽ അത് ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്. അത് ശരിയുമാണല്ലോ. പ്രതിപക്ഷമല്ലേ ഓരോ ദിവസവും സഭ തടസ്സപ്പെടുത്തുന്നത്, അല്ലാതെ ട്രഷറി ബെഞ്ചിൽ നിന്നാണോ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ സഭ തടസ്സപ്പെടുത്തുന്നത്? പിന്നെ അല്ലാതെ മഞ്ജുഷ അങ്ങനെ പറയുന്നത്? ട്രഷറി ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ, റൂൾ 56 അനുസരിച്ച് സഭക്ക് എന്തിനാ പേടിച്ചത്? വോട്ടെടുപ്പോട് ചർച്ച നടത്താൻ എന്തിനാ ഭയപ്പെടുന്നത്? ഭൂരിപക്ഷമുള്ള സഭയല്ലേ, ആ ചർച്ചയാവാൻ. അപ്പോൾ തന്നെ നമ്മൾ കണ്ടതല്ലേ നിയമസഭയിലും പാർലമെന്റിലും. അപ്പോൾ ഭരണപക്ഷത്തിന് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചർച്ചയാകാം. അതല്ല, അതിന് സെൻസർ വേണ്ട, 184 ചർച്ചയാകാം, ഞങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ അവർ വെച്ച നിർദ്ദേശമായിരുന്നു റൂൾ ഇല്ലാതെ ചർച്ച ചെയ്യാം. അത് വന്നപ്പോഴും ചർച്ച വേണ്ട. ഇതാ സാധാരണ ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ ഒരു പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകേണ്ടതിന്റെ റിസ്ക്കും ഉത്തരവാദിത്വവും ഭരണപക്ഷത്തിൻ്റെതാണ്. അതാണ് അഡ്വാൻറ്റേജ് പറഞ്ഞത്.
അഡ്വാനിജി പറഞ്ഞത് അഡ്വാനിജി നിഷേധിച്ചോ? നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ലേ അഡ്വാനിജി പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററെയും സ്പീക്കറെയും കുറ്റപ്പെടുത്തിയത് ഈ നടത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ ചെയ്തില്ല എന്ന്? അത് അഡ്വാനിജി നിഷേധിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ അഡ്വാനിജി ഇത് പറയാൻ കാരണം എന്താണ്? അദ്ദേഹം പരിണിത പ്രശ്നമാണ്. അക്കാര്യത്തിൽ അറിയാം. പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകേണ്ട മെയിൻ ഉത്തരവാദിത്വം ഭരിക്കുന്ന കക്ഷിയുടേതാണ്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ വെച്ചിരിക്കുന്ന അതിനാണ്. കോർഡിനേറ്റ് ചെയ്യാൻ ഫ്ലോർ കോർഡിനേഷൻ ഉണ്ട്. പരസ്പരം ധാരണ ഏത് പ്രശ്നം വന്നാലും ചർച്ച ചെയ്ത് 2-3 ദിവസം പ്രശ്നം ഉണ്ടാവും. പിന്നീട് ചർച്ച ചെയ്ത് ഒരു കോമൺ പോയിന്റിലെത്തും, അവിടെ പരിഹരിക്കപ്പെടും. ഇത് ഗവൺമെന്റ് പറഞ്ഞ കോമൺ പോയിന്റാണ്. ചട്ടമൊന്നുമില്ലാതെ ചർച്ച. അത് ഞങ്ങൾ സമ്മതിച്ചപ്പോൾ അതിലും അവർ തയ്യാറായില്ല. പിന്നെ എങ്ങനെ പ്രതിപക്ഷം ഇതിനകത്ത് തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത്? രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹത്തിന് എന്നാണ് ഈ തെളിവുകൾ കിട്ടിയത് എന്ന ചോദ്യം ഉന്നയിക്കുവാനുള്ള അവകാശം എന്തായാലും ഭരണപക്ഷത്തിനില്ല. തെളിവുകൾ ശേഖരിച്ചു വരികയായിരുന്നു. ഒരു അന്വേഷണം ആഭ്യന്തരമായിട്ട് തന്നെ നടത്തുന്നുണ്ടായിരുന്നു കോൺഗ്രസ്. അപ്പോൾ പിന്നെ തെളിവുകൾ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കണം. അതിനുള്ള സാഹചര്യം തടസ്സപ്പെടുത്തിയത് ഈ അവസാന ദിവസങ്ങളിൽ ഭരണപക്ഷം തന്നെയാണ്. ഇനി ആകെ 2 ദിവസം മാത്രമേ ബാക്കിയുമുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ശ്രീ ജെ ആർ പത്മകുമാർ. അങ്ങനെയല്ലല്ലോ. പ്രതിപക്ഷത്തിൻ്റെ ഓരോ നിലപാടുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഓരോ ദിവസവും എന്തായിരുന്നു നിലപാട്? പ്രധാനമന്ത്രി സാധാരണ പാർലമെന്റിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യാഴാഴ്ച ലോക്സഭയിൽ വരും, വെള്ളിയാഴ്ച രാജ്യസഭയിൽ വരും. അദ്ദേഹം ആ രീതിയിൽ തിരക്കുള്ള പല കാര്യങ്ങളും ഭരണപരമായി ഇടപെടലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പാർലമെന്റിൽ ചർച്ച നടക്കട്ടെ, മറുപടി പറയാൻ സമയത്ത് അദ്ദേഹം മറുപടി പറയാം എന്ന് പറഞ്ഞു. പാർലമെന്റിനകത്തിരുന്നാലേ ഇത് കേൾക്കാൻ പറ്റൂ എന്നൊന്നും വിശ്വാസമില്ല. പക്ഷേ പാർലമെന്റിൽ വരണം. അദ്ദേഹം വന്നു. ഒരു ദിവസം വന്നു, ഉച്ച മുതൽ രാവിലെ മുതൽ ഉച്ചവരെ ഇരുന്നു. അപ്പോഴത്തേക്ക് ബഹളമായി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം വന്നാലേ ചർച്ച തുടങ്ങൂ. അപ്പം ധനകാര്യമന്ത്രി പറഞ്ഞു അദ്ദേഹം വരും, സംസാരിക്കും എന്ന് പറഞ്ഞ സമയത്ത് അതല്ല, അദ്ദേഹം വന്നിരുന്നാലേ ഞങ്ങൾ ചർച്ച ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സഭ തടസ്സപ്പെടുത്തുക കോൺഗ്രസിൻ്റെ അജണ്ടയായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഈ അഴിമതി ആരോപണങ്ങൾ, അവർക്കെതിരായിട്ട് ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പാർലമെന്റിനകത്ത് എന്താണ് കോൺഗ്രസ് എന്നുള്ള കാര്യം എക്സ്പോസ് ചെയ്യും. ആ കാര്യം കോൺഗ്രസിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഓരോ ദിവസം പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വേണുഗോപാൽ പറഞ്ഞു വോട്ടിങ്ങോട് കൂടി ചർച്ച വേണം, വോട്ട് കിട്ടാലും അവർ തന്നെ ജയിക്കുമല്ലോ, ഭരണപക്ഷം തന്നെ ജയിക്കുമല്ലോ. എങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ അതിനു വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളെന്തിനാ അതിനു വേണ്ടി എന്തായാലും വോട്ടിനിട്ടാൽ ഭരണപക്ഷം ജയിക്കും. എങ്കിൽ പിന്നെ അതല്ലാതൊരു ചർച്ച ആവാമെന്ന് ആ സമയത്ത് വോട്ടിനിട്ടാലേ ഞങ്ങൾ ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ അവസാനം ഒരു ചർച്ച ഇനി പ്രതിപക്ഷം പറയുമ്പോൾ ഞങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ഞങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ള അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളും പറഞ്ഞു നിങ്ങൾ ഇന്നലെ വരെ ഈ പാർലമെന്റ് തടസ്സപ്പെടുത്തിയത് എന്തിന്? അതിന് മാപ്പ് പറഞ്ഞതിന് ശേഷം ഇനി ചർച്ച നടത്താം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അത് പറയാതിരുന്നാൽ പറയും ഞങ്ങൾ സമ്മർദ്ദം അവിടെയാണ് സമ്മർദ്ദത്തിന്റെ കാര്യം. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് തന്റെ കയ്യിൽ തെളിവുകളുണ്ട്, രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് തന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ മാപ്പ് പറയണം എന്ന ആവശ്യവുമായി ഭരണപക്ഷം സഭ തടസ്സപ്പെടുത്തുവാൻ തുടങ്ങിയത്. ശ്രീ ജെ ആർ പത്മകുമാർ, ഭരണപക്ഷം സഭ തടസ്സപ്പെടുത്തുവാൻ തുടങ്ങിയത് തന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ശേഷമാണല്ലോ, കഴിഞ്ഞ ആഴ്ച. ഇല്ല, അത് സാങ്കേതികമായിട്ട് പറയുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം നിങ്ങൾ നോക്കുക, എന്ത് ആരോപണം വന്നത്? ഒരാരോപണം വന്നില്ലല്ലോ. എത്രമാത്രം ഡിഫൻസിന്റെ ഡീല് നടന്നു, ഒരാരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ, ആർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വെറുതെ ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ പുകമറ സൃഷ്ടിച്ച് ഈ രാജ്യത്തെ കൊള്ളയടിച്ച കോൺഗ്രസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ചോപ്പർ കേസിലും ഇപ്പോൾ അന്വേഷണത്തിൽ ഈ കുറ്റവാളികൾക്കെതിരെയുള്ള സൂചി തിരിയുന്നത് എവിടെയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നലെ 2 ദിവസം മുമ്പ് നമ്മുടെ വ്യോമസേനയുടെ മുൻ തലവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ? പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ശ്രീ കെ കെ രാഗേഷ്, രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന തന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന തെളിവുകളും ഉന്നയിക്കാൻ പോകുന്ന ആരോപണവും ഒക്കെ ഇത് രാഹുലിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ കാര്യമാണെന്നാണോ കരുതുന്നത്? ചർച്ചയാകട്ടെ എന്ന് ഭരണപക്ഷം പറഞ്ഞതാണല്ലോ. രാജ്യസഭയിൽ അങ്ങനെ ഒരു ചർച്ച തുടങ്ങി വെക്കുകയും ചെയ്തു, ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ രാഹുലിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണോ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഈ ആരോപണം? അല്ല, അതിൽ ശ്രീ പത്മകുമാർ പറഞ്ഞതിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. രാജ്യസഭയിൽ നിയമപ്രകാരം റൂൾ അനുസരിച്ചുള്ള ചർച്ച ആരംഭിച്ചതാണ്. 267 നോട്ടീസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ആരംഭിച്ചതാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതാണ്.
ഒരു ദിവസം പൂർണ്ണമായും ചർച്ച നടന്നു. ചർച്ച നടക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി രാജ്യസഭയിൽ തിരിഞ്ഞു നോക്കുന്നില്ല. സാധാരണ നിലയിൽ നമ്മുടെ രാജ്യത്തെ ആകെ ബാധിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയം അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഈ ചർച്ച കേൾക്കാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്നുള്ള ആവശ്യമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അത് അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, രാജ്യസഭയിൽ വരാൻ അല്ലെ പാർലമെൻറ്റിൽ വരാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മാത്രമല്ല, പാർലമെൻറ്റിന് പുറത്താണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം മുഴുവൻ ട്വിറ്ററിൽ മറ്റു രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്? അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP മാത്രമാണ് പ്രധാനമന്ത്രിയാവുന്നത്. ലോകസഭാ അംഗങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അദ്ദേഹം ലോക്സഭയോട് അക്കൗണ്ടബിളാണ്, പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. ആ അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുക, പാർലമെൻ്ററി സംവിധാനത്തോട് തന്നെ പരമപുച്ഛം എന്നുള്ള നിലയിൽ പെരുമാറുക, പാർലമെൻറ്റിൽ വളരെ സുപ്രധാനമായ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ച തനിക്ക് യാതൊരു പ്രശ്നമല്ല, തന്നെ ബാധിക്കുന്ന ഒന്നല്ല എന്ന നിലയിൽ പെരുമാറുക. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷം ശക്തമായി അതിനെതിരായി രംഗത്ത് വന്നത്. ആ ഘട്ടത്തിലാണ്, അത് താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ ചർച്ചയോട് പ്രധാനമന്ത്രി മുഖം തിരിഞ്ഞ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇവിടെ രാഹുൽ ഗാന്ധി ചില രേഖകളുമായി സംസാരിക്കാൻ വേണ്ടി സാധാരണ നിലയിൽ അഴിമതി ആരോപണം ഉന്നയിക്കും മുൻകൂട്ടി സ്പീക്കർക്ക് എഴുതി കൊടുക്കണം. ലോക്സഭാ സ്പീക്കർക്ക് അതനുസരിച്ച് നോട്ടീസ് നൽകിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ആണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്താണ്? അത് സാധാരണ നിലയിൽ ട്രഷറി ബെഞ്ചിൻ്റെ ഭാഗത്ത് ബഹളം ഉണ്ടാക്കില്ലല്ലോ. ട്രഷറി ബെഞ്ച് സഭ നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് സഭ നടത്തിക്കൊണ്ടുപോകുക. അതാണ് ഞാൻ നേരത്തെയും ചോദിച്ചത്. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് കഴിഞ്ഞയാഴ്ച ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷമാണല്ലോ, അടുത്ത ദിവസം മുതലാണല്ലോ ഇങ്ങനെ തടസ്സപ്പെടുത്തൽ തുടങ്ങിയത്. അതായത് രാഹുലായിരിക്കും സംസാരിക്കുക എന്ന് പ്രതിപക്ഷം പറഞ്ഞതോടെ അവിടെയാണ് താങ്കൾ പറഞ്ഞത് സ്പീക്കർക്ക് അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് സ്പീക്കർക്ക് എഴുതി കൊടുക്കണം എന്ന ചട്ടം. ഇങ്ങനെ അഴിമതി ആരോപണം സ്പീക്കർക്ക് എഴുതി കൊടുത്തോ എന്നറിയില്ല, എഴുതി കൊടുത്തതിന് ശേഷമാണോ അപ്പോൾ ഇങ്ങനെ ഒരു തടസ്സപ്പെടുത്തൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? അതായത് ആരോപണം പ്രധാനമന്ത്രിക്കെതിരെ ആണെന്നുള്ള കാര്യം ഭരണപക്ഷത്തിന് ബോധ്യമായതോടുകൂടി ട്രഷറി ബെഞ്ചിൻ്റെ ഇടപെടൽ തുടങ്ങി. സ്വാഭാവികമായും സംശയകരമായിട്ടുള്ള ഒന്നാണ്. സ്വാഭാവികമായും കാരണം അതുവരെ യാതൊരു വിധത്തിലും ബഹളം ഉണ്ടാക്കാതിരുന്ന ഭരണപക്ഷം അസാധാരണമായ വിധത്തിൽ സാധാരണ നിലയിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഭരണപക്ഷം തന്നെ ബഹളമുണ്ടാക്കി സഭ സ്തംഭിപ്പിക്കുന്നു. അങ്ങനെ സ്തംഭിപ്പിക്കാൻ വേണ്ടി 2 മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെ സ്പീക്കർ സഭ അഡ്ജോൺ ചെയ്യുന്നു. അത് ഒരു അസാധാരണമായ സാഹചര്യമാണ്. സ്വാഭാവികമായ സംശയം വരും. അപ്പോൾ അവിടെ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ തീർച്ചയായും ലോക്സഭയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ലോക്സഭ നടക്കുന്ന സമയത്ത് ലോക്സഭയിൽ തന്നെയാണ് ഉന്നയിക്കേണ്ടത്. പക്ഷേ അത് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അത് പുറത്തും ഉന്നയിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി തയ്യാറാകുമെന്ന് തന്നെയാണ് നാട് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് ലോക്സഭയിൽ തന്നെയാണ് ഉന്നയിക്കേണ്ടത്. ഉന്നയിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ അവസരമൊരുക്കുകയാണ് ഭരണപക്ഷം ചെയ്യേണ്ടത്. അല്ലാതെ ബഹളം വെച്ച് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതാണ്. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ പ്രതിപക്ഷത്തിന്